നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നമ്പറുകളാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 111 ആണ്, രണ്ടാമത്തേതായ നമ്പർ 999 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ ശക്തിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ ഹരേ കൃഷ്ണ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നമ്പറായ 111 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. മുൻപ് ചെയ്തിട്ടുള്ളതായ ചില അബദ്ധങ്ങളുടെ അല്ലെങ്കിൽ അറിയാതെയാണ് എങ്കിലും ചെയ്തു പോയതായ തെറ്റിന്റെ കർമ്മഫലത്താൽ ചില നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. അംഗീകരിക്കുവാൻ സാധിക്കാത്ത വിധം സാഹചര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കാത്തതായ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ചില മാറ്റങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നതായ ചില സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുകയും അതിൽ സമയം കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ സമയം കണ്ടെത്തി പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമായി കാണുന്നു. ചില കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന ചില കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബന്ധങ്ങൾ നിലനിർത്തുവാൻ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുവാനോ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികൾ മൂലമുള്ള അല്ലെങ്കിൽ ചില വ്യക്തികളാൽ ഉണ്ടായിരിക്കുന്നതായ ചില തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്കത് സഹായകരമായി തീരും. ഏത് കാര്യം പറയുമ്പോഴും വ്യക്തമായി തന്നെ നിങ്ങൾ പറയുവാൻ ശ്രമിക്കേണ്ടതായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ചില തിരിച്ചടികൾ നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പണവുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം തന്നെയാണ്. അതായത് ചില കാര്യങ്ങൾ അനിവാര്യമാണ്. എന്നാൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും എന്ന് കാണുന്നു. മാനസികപരമായ ഒരു ഉറപ്പ്, മാനസികപരമായ ഒരു ബലം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കാൻ സഹായകരമായ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു അല്പം ഊർജ്ജസ്വലത നിങ്ങളിലേക്ക് വന്നു ചേരാം. ഏത് കാര്യത്തിലും വിജയിക്കുവാൻ അല്ലെങ്കിൽ അഭിമാനത്തോടെ തന്നെ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരും എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ ജയം അനിവാര്യമായ നിങ്ങൾക്ക് ആ ജയം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക്
ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ചില ഉപദേശങ്ങൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ ക്ലാരിറ്റി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ചില അഭിമുഖീകരിക്കേണ്ടതായ അല്ലെങ്കിൽ പ്രധാനമായും അഭിമുഖീകരിക്കേണ്ടതായ ചില കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്ന സമയത്തിലേക്ക് കടന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും ആവശ്യമായ ചില കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികൾ നിങ്ങളുടെ പക്കലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരോ തെറ്റിദ്ധാരണകളാൽ മാറി നിൽക്കുന്നതായ വ്യക്തികളോ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നും ഫലത്തിൽ പരാമർശിക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ നഷ്ടബോധം നിങ്ങൾക്ക് വന്നു ചേരാം. ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ ആലസ്യം മൂലം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന മനോഭാവത്താലോ ചില വ്യക്തികളാൽ ഉണ്ടാകുന്ന ചതിവിനാലോ അല്ലെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകാത്തതിനാൽ സംഭവിക്കുന്നതാകാം. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം എന്ന് ഫലത്തിൽ കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിലും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സംഭവിക്കണം എന്നില്ല. അത് നിങ്ങൾക്ക് അല്പം തലവേദന സൃഷ്ടിക്കുന്നതായ കാര്യങ്ങളായി മാറാം. അതിനാൽ ശ്രദ്ധ തന്നെ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ സന്തോഷം ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം പോലും വന്നു ചേരാം. ചില കാര്യങ്ങളിൽ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരാം. ദുഃഖങ്ങൾ വഴിമാറി സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നു എന്നും വരാം. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക്, അതായത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിക്കുകയും ശ്രദ്ധിക്കേണ്ടതായ ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറായ 999 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഒരുപാട് വേദനിപ്പിക്കുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥ അല്ലെങ്കിൽ സ്ട്രക്കായി നിൽക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. സ്വന്തം നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമോ എന്ന ഭയം നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മാറ്റിവയ്ക്കേണ്ടതായ സാഹചര്യം, അത് ധനപരമായ പ്രയാസങ്ങൾ മൂലമോ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നല്ല ഓർമ്മകൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ചില വിഷമകരമായ ഓർമ്മകൾ നിങ്ങൾക്കുണ്ട്. ആ കാലത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയോ ആ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല തീരുമാനങ്ങളും ആലോചിച്ച് വളരെയധികം തീരുമാനിച്ച്, അതായത് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. ഏതൊരു കാര്യത്തിലും പുനർചിന്ത അല്ലെങ്കിൽ വീണ്ടും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുവാനോ വീണ്ടും ചില നഷ്ടങ്ങൾ സംഭവിക്കാനോ സാധ്യതകളുണ്ട് എന്നും ഫലത്തിൽ പറയുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എടുത്ത തീരുമാനത്തിൽ തന്നെ നിലനിൽക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. മാറണം എന്ന ആഗ്രഹമുണ്ട്, എന്നാൽ സാധിക്കാത്തതായ സാഹചര്യം, അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതായ സാഹചര്യം, മനസ്സോടെ തന്നെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചതി, അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന ഭയം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പല വിധത്തിലുമാകാം.
വിശ്വസ്തരാലാകാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസ്തരാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില വ്യക്തികളാലോ സംഭവിക്കാം. അതിനാൽ ഈ സമയങ്ങളിൽ അത്തരം കരുതൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അഭിപ്രായങ്ങൾ ചില കാര്യങ്ങളിൽ പറയുകയും അത് നിങ്ങൾക്ക് വിനയായി തീരുകയും ചെയ്യാം. അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതിലൂടെ, അന്ധമായി ചില വ്യക്തികളെ വിശ്വസിക്കുന്നതിലൂടെ അവർ മൂലം ചതി സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായ ഒരു സാഹചര്യം വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിശകുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യം. ചില കാര്യങ്ങളിൽ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യം. എന്നാൽ നിങ്ങളുടെ നന്മ ചിലരെങ്കിലും തിരിച്ചറിയുന്നതായ സാഹചര്യം വന്ന് ചേരും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ചതി അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. ചില വ്യക്തികളുടെ യഥാർത്ഥമായ സ്വഭാവം അവരുടെ മുഖം മൂടി തന്നെ അഴിഞ്ഞു പോകുന്നതായ സാഹചര്യം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ചില വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുടെ കൺമുൻപിൽ തന്നെ കാണിച്ചു തരുന്നതായ സാഹചര്യമോ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. ചില വ്യക്തികൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ എത്തിച്ചേരും, അല്ലെങ്കിൽ ചിലരുടെ പിന്തുണ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. നിങ്ങളെ ചില കാര്യങ്ങളിൽ ചിലർ ചെയ്യുവാനായി ഫോഴ്സ് ചെയ്യുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തണം എന്നും ഫലത്തിൽ പരാമർശിക്കുന്നു. ചില കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കണമോ എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി തീരും എന്ന ബോധ്യം ഉണ്ടായിട്ടും അതിൽ തുടരുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ നിന്നും ഒഴിവാകേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കേണ്ടതും നിങ്ങൾക്ക് ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. അകലം പാലിക്കുന്നതിലൂടെ ആ സാധ്യത കുറയും. കൂടാതെ സാമ്പത്തികമായി ചില തകർന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി തകർന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ആവശ്യത്തിന് ധനം ലഭിക്കാത്തതായ സാഹചര്യം. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സഹായമോ ലഭിക്കേണ്ടതായ ധനമോ ലഭിക്കാത്തതും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും കാണുന്നു. കൂടുതൽ ബന്ധം ദൃഢമാകുന്നതായ സാഹചര്യം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് വരാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തെ പല വിധത്തിലും ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അല്പമെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരാം. സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അർഹമായ നേട്ടങ്ങൾ, വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. സ്നേഹം അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുകയും ചില കാര്യങ്ങളിൽ സ്ട്രക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ചില കാര്യങ്ങളിലുള്ള നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ മാറ്റുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്തുകൊണ്ട് ഇപ്രകാരം ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് പോലും തോന്നും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരും. എങ്കിലും അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. നിങ്ങളുമായി ബന്ധപ്പെട്ട് പല രഹസ്യങ്ങളുമുണ്ട്. ആ രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയുന്നത് ശുഭകരമല്ല എന്നും കാണുവാനായി സാധിക്കുന്നു. ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് പല കാര്യങ്ങളിലുമുള്ള മുന്നറിയിപ്പ്
ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ ആ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ചു തന്നെ വിശ്വസിക്കുക.